ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ വേനലിൻ്റെ ചൂടിന് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ വെറും ഒരു 6 മുന്തിരി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുവൊന്ന് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നീര് മാത്രം ഒന്ന് എടുത്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ചേർത്ത് അടിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കളറും കൂടെ കിട്ടുന്നുണ്ട്. മുന്തിരി മാത്രം അടിക്കുന്നതിനേക്കാളും നല്ലൊരു കളറിൽ നമ്മൾ ചെറുനാരങ്ങയും കൂടെ ചേർത്തടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 4-5 ഫ്രഷ് ആയിട്ടുള്ള പുതിനയുടെ ഇലയും കൂടിയാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അടിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഒഴിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ 1 ഗ്ലാസ് അളവിൽ നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അളവിലും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനി നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്കിത് കിട്ടുക. അത്യാവശ്യം നല്ല മധുരത്തോടു കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇത് 4-5 പേർക്ക് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് തണുപ്പിച്ചിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഞാനിതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള മധുരം കൂടി ഒന്ന് നോക്കണം. വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളറൊന്ന് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ മധുരത്തിലും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 6 മുന്തിരിയൊക്കെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ കറക്റ്റായിട്ട് കളറോട് കൂടിയും നല്ല മധുരത്തോടു കൂടിയും 3 പേർക്ക് കുടിക്കാൻ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ നിറത്തിലൊന്ന് വ്യത്യാസം വരും. ടേസ്റ്റൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസ് എന്നൊന്നും പറയാനില്ല, നല്ലൊരു ഡ്രിങ്ക് അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.